ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം ഭയങ്കര സ്നേഹത്തിലായിരിക്കും, പക്ഷേ ആ റിലേഷൻഷിപ്പ് വർക്കല്ല എന്ന് നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ കൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ചില റീസൺസ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഡിഫറെൻറ്റ് ഗോൾസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ലക്ഷ്യങ്ങൾക്ക് കൊടുക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ രണ്ടുപേരും രണ്ട് ദിശയിലായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക. ആ റിലേഷൻഷിപ്പിൽ കൂടുതൽ എഫേർട്ട് ഇടാനായിട്ട് കഴിയാതെ വരുന്ന അവസ്ഥയിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ വർക്കാവാതെ വരാറുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലായ്മ, അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡീപ്പായിട്ട് സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയാതെ വരുന്ന ഒരവസ്ഥ. മറ്റു പല തിരക്കുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ കൂടി ആ റിലേഷൻഷിപ്പ് വർക്കാവാതെ പോകാറുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോഴും, പക്ഷെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് പാസ്റ്റ് ട്രോമാസ് ആവാം, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉള്ളിലുള്ള എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ആവാം. ഇങ്ങനത്തെ എന്തുണ്ടെന്നുണ്ടെങ്കിലും അത് സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആണ്. എത്ര പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ കൂടി ആ റിലേഷൻഷിപ്പ് വർക്കാവുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടോക്സിക് ആക്ടിവിറ്റികൾ നടക്കുക. എപ്പോഴും പരസ്പരം ബ്രേക്കപ്പ് പറയുക, ഇടയ്ക്കിടയ്ക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെ ഒരു മാസത്തിൽ 4, 5, 6 തവണയൊക്കെ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പരസ്പരം ഇഷ്ടം ഉണ്ടായിട്ടും കാര്യമില്ല, ആ റിലേഷൻഷിപ്പ് വർക്കാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും, അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രം കൂടുതൽ എഫേർട്ട് ഇടുക, അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ മാത്രം സോൾവ് ചെയ്യാൻ മുൻകൈ എടുക്കുക, ഒരാൾ മാത്രം ഫോർഗീവ് ചെയ്യാൻ തയ്യാറാവുക, മറ്റേ ആൾ ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര റിസ്ക് ആയിരിക്കും. നമുക്ക് കുറേ കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തീരെ ഒരു താല്പര്യമില്ലല്ലോ, ആളെന്താ ഒരു എഫേർട്ട് ഇടാത്ത, ആൾക്ക് എന്നോട് ഇഷ്ടമില്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അപ്പം അതും ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാവുന്നത് തന്നെയാണ്. എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തി എന്നും നിങ്ങളെ സ്നേഹിക്കണം, ആ സ്നേഹം എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ അഫർമേഷൻ ഉണ്ട്. അത് വേണ്ട ആളുകൾ താഴെ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. നിങ്ങൾ ഈ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് മെസ്സേജ് ഇടുക. ഓക്കെ, താങ്ക് യു.